നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഏതൊരു രാജ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ പൗരന്മാരുടെ ആരോഗ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏത് സർക്കാർ ഭരിച്ചാലും ആരോഗ്യവകുപ്പ് പലപ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാറുണ്ട്. ഇപ്പോൾ ഈ പിണറായി സർക്കാരിൽ നമുക്കറിയാം വീണ ജോർജാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി. വീണ ജോർജിനെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ പോലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. ശൈലജ ടീച്ചർ വലിയ കുഴപ്പമില്ലാതെ ആ വകുപ്പ് കൈകാര്യം ചെയ്തതുമാണ്. അത്തരത്തിലാണ് ഈ വിമർശനങ്ങൾ മുന്നോട്ട് പോയത്. ഇപ്പോൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഗുളികകൾ അത് എന്ത് വിശ്വസിച്ച് നമ്മൾ കഴിക്കും എന്നതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ണാർക്കാട് ഹെൽത്ത് സെന്ററിൽ നിന്നും അവിടുത്തെ മണ്ണാർക്കാട് സ്വദേശിയായ ആസിഫ് തൻ്റെ മകന് വേണ്ടി വാങ്ങിയ അവിടെ നിന്നും ഹെൽത്ത് സെന്ററിൽ നിന്നും ലഭിച്ച പാരസെറ്റമോൾ ഗുളിക അത് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കമ്പി കിടക്കുന്നത്. അതായത് ഈ കമ്പി പൊട്ടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത് പുറത്തേക്ക് വന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഗുളിക കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിക്കാതെ തൊണ്ടയിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് അത് വയറ്റിലേക്ക് എത്തും. പിന്നീട് അത് എങ്ങനെയാണ് നമ്മുടെ വയറ്റിൽ പ്രവർത്തിക്കുന്നത് പോലും നമുക്കറിയില്ല. ഇത്തരം കമ്പികളൊക്കെ കുടുങ്ങിയ പാരസെറ്റമോൾ ആണെങ്കിൽ തലവേദനയ്ക്ക് വേണ്ടി കുടിച്ച ഗുളിക അത് മറ്റു പല രോഗങ്ങളിലേക്ക് മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഈ ഒരു കാര്യം വിവാദമായിട്ടുണ്ട്. ആസിഫിന്റെ കുടുംബം ഇപ്പോൾ ആരോഗ്യവകുപ്പിനും മറ്റും പരാതികൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതിലൊക്കെ തന്നെ ഗുരുതരമായ വീഴ്ച ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഈ മരുന്ന് കമ്പനി, അതായത് മരുന്ന് വിതരണം ചെയ്യുന്ന സർക്കാർ ആശുപത്രിയിലേക്ക് വിതരണം ചെയ്യുന്ന കമ്പനിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. എന്ത് വിശ്വസിച്ച് ഇങ്ങനെ ഗുളികയൊക്കെ കഴിക്കുമെന്നതിലേക്ക് തന്നെയാണ് ഈ ഒരു ഗൗരവതരമായ കാര്യം എത്തുന്നത്. കാരണം ഗുളിക പലപ്പോഴും നമ്മൾ പൊട്ടിക്കാതെയാണ് കഴിക്കാറുള്ളത്. പ്രത്യേകിച്ച് നല്ലൊരു തലവേദനയാണെങ്കിൽ 500-ന്റെ ഗുളിക അല്ലെങ്കിൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡോളോ ഒക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് പോലും നമ്മളൊന്നും നോക്കാറില്ല. അങ്ങനെയാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത്. എന്തായാലും ഇത് ഗുളിക പൊട്ടിച്ചതുകൊണ്ടാണ് ഇതിനുള്ളിൽ ഒരു കമ്പി കിടക്കുന്നത് കണ്ടത്. ഇതൊക്കെ തന്നെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. എന്തായാലും ആരോഗ്യവകുപ്പ് ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും ആർക്ക് എതിരെയാണ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.